കാലേബോട് ഒരു കാര്യം പറഞ്ഞു. എനിക്ക് എത്ര വയസ്സായി? 85 വയസ്സായി. ആത്മീയർ വയസ്സാവുമോ? പ്രായവും ജഡത്തിൽ പ്രായവും. വയസ്സായി ഒരു 19 വയസ്സ്, 85 വയസ്സ്, 75 വയസ്സ്, 60 വയസ്സ്. ഇനി അങ്ങ് ഷെഡിലോട്ടുണ്ടെങ്കിൽ ഒതുക്കി അങ്ങ് ഇരുത്താം, റിട്ടയർമെന്റ് ആയി, ഇനി ഒന്നിനും കൊള്ളത്തില്ല. ലോക മനുഷ്യൻ ഒരു പക്ഷെ അത് ശരിയായിരിക്കും. ഒരു പ്രാർത്ഥനക്കാരൻ അവൻ പക്വതയേറുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രായം കൂടും തോറും നമ്മൾ ബലഹീനപ്പെടുകയല്ല ചെയ്യുന്നത്, നമ്മൾ ബലപ്പെട്ട് മുന്നേറുകയാണ്. കലവ് പറയുക, 40ാമത്തെ വയസ്സിൽ, എന്റെ 40ാമത്തെ വയസ്സിൽ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ തയ്യാറെടുത്തപ്പോ ദൈവം പറഞ്ഞു, അനാക്യർ പാർക്കുന്ന ഈ മല എനിക്ക് അവകാശമായി തരാമെന്ന് വാഗ്ദത്തം ചെയ്തതാ. എനിക്കിന്ന് 85 വയസ്സായി. ഇപ്പൊ ഞാൻ ബലം ക്ഷയിച്ചിട്ടില്ല. പുറമേ എനിക്ക് ബലക്ഷയമുണ്ടെങ്കിലും, എനിക്ക് നര ബാധിച്ചിട്ടുണ്ടെങ്കിലും, എന്റെ മുഖത്ത് ചുളിവുകൾ വീണിട്ടുണ്ടെങ്കിലും, എന്റെ കാലുകൾ ചെറുതായിട്ട് ക്ഷീണിച്ചു പോകുന്നുണ്ടെങ്കിലും, എന്റെ അകത്ത മനുഷ്യൻ പ്രാർത്ഥിച്ച് ഉരുക്കിയെടുത്ത് ഞാൻ ബലപ്പെട്ടിരിക്കുക. എനിക്കിന്നും യുദ്ധം ചെയ്യാൻ അറിയാം, എനിക്കിന്നും പ്രാർത്ഥിച്ച് മേടിപ്പാൻ അറിയാം. അതുകൊണ്ട് വാഗ്ദത്തം ചെയ്തതിന് പ്രാർത്ഥിപ്പാൻ മേടിപ്പാൻ തക്കവണ്ണം ഞാൻ റെഡിയായിരിക്കുക. യഹോവയുടെ ആലയത്തിന്റെ നടുതലയായവർ പച്ച പിടിച്ചും പുഷ്ടി വെച്ചും ഇരിക്കും, വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആത്മീയരാണ്, ദൈവത്തോട് പറ്റി നിൽക്കുന്നവരാണെങ്കിൽ വയസ്സ് 60 അല്ല, 70 അല്ല, 80 അല്ല, 100 വയസ്സായാലും വിശ്വാസത്തോടെ പറയാൻ പറ്റും, എനിക്കിന്നും പ്രാർത്ഥിച്ച് മേടിപ്പാൻ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. കാലേബ് പറയുക, നിങ്ങൾ എന്റെ വയസ്സ് നോക്കിയേച്ച് നിങ്ങൾ എന്നെ അളക്കരുത്. നിങ്ങൾ ഈ വലിയ കണ്ടെയ്നർ ലോറി ഓടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? വലിയ ലോറി കൊണ്ടുപോകും, ഒരു ഡ്രൈവർ ഇരുന്ന് അതിനെ ഓടിച്ചുകൊണ്ട് വരും. അത് ഓടിച്ചിങ്ങനെ വരുമ്പോൾ ഈ ട്രാഫിക്കിൽ ഒരു മെലിഞ്ഞ പ്രായമുള്ളൊരു പോലീസുകാരൻ നിൽക്കും. വരുന്ന വണ്ടി കണ്ട ഈ പോലീസുകാരനെ കാണത്തു പോലുമില്ല. എന്നാൽ അവിടെ നിന്ന് വരുന്ന വലിയ വണ്ടി കണ്ടേച്ച് ഈ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാരൻ കൈ ഒന്ന് നിർത്താൻ പറഞ്ഞാൽ അവനോടെ നിർത്തും. നിങ്ങളുടെ വയസ്സല്ല പ്രശ്നം, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമാണ്. നിങ്ങളുടെ വയസ്സല്ല പ്രശ്നം, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്.